സഭയിൽ ഇന്ന് 12 സ്ലിഹന്മാരുടെ തിരുനാൾ ആചരിക്കുകയാണ്. അതുമായി ബന്ധപ്പെട്ട വായനകളാണ് ഇന്നുള്ള വായനകളെല്ലാം. സുവിശേഷത്തിൽ 12 സ്ലിഹന്മാരെ തിരഞ്ഞെടുക്കുന്നതും അതിനുശേഷം അവരെ ദൗത്യത്തിന് അയക്കുമ്പോൾ ഈശോ അവർക്ക് നൽകുന്ന നിർദ്ദേശങ്ങളുമാണ് നമുക്കിന്ന് വിചിന്തന വിഷയമായി കിട്ടിയിരിക്കുന്നത്. വളരെ കാലിക പ്രസക്തമായ കുറേയധികം കാര്യങ്ങൾ ഈശോ അന്ന് ശിഷ്യന്മാരെ അയക്കുമ്പോൾ പറഞ്ഞതിൽ നിന്നും നമുക്ക് വായിച്ചെടുക്കാനുണ്ട്. ഒന്നാമത്തേത്, വേല ചെയ്യുന്നവന് ആഹാരം നൽകുക എന്നുള്ള ഈശോയുടെ വചനമാണ്. ഇന്നത്തെ കാലഘട്ടത്തിൽ നമ്മളിന്ന് മാധ്യമങ്ങളിലൊക്കെ കുറേയധികം വേലയുമായി ബന്ധപ്പെട്ട് അവർക്ക് അർഹമായ കൂലി നൽകുന്നതുമായി ബന്ധപ്പെട്ട് അവരുടെ അവകാശങ്ങൾ സംരക്ഷിക്കപ്പെടാതെ പോകുന്നതിനെ കുറിച്ച് കൂട്ടപ്പിരിച്ച് വിടലുകൾ നടത്തുന്നതിനെ കുറിച്ചൊക്കെ നമ്മൾ ഒരുപാട് വായിക്കുന്നുണ്ട്, ചിന്തിക്കുന്നുണ്ട്. അവിടെ ഈശോയുടെ ഈ വചനം വളരെ പ്രസക്തമാണ്. വേല ചെയ്യുന്നവൻ ആഹാരത്തിന് അർഹനാണ്. അവിടെ സുവിശേഷങ്ങൾ ഉപയോഗിച്ചിരിക്കുന്നത് വേല ചെയ്യുന്നവന് ന്യായമായ കൂലി കൊടുക്കുക എന്നുള്ളതല്ല, മറിച്ച് ആഹാരം നൽകുക എന്നുള്ളതാണ്. ഒരാൾക്ക് ജീവിക്കാൻ ആവശ്യമായത് നൽകുക. പലപ്പോഴും ഇന്നും തുച്ഛമായ ശമ്പളത്തിന് കൂലിക്കൊക്കെ ജോലി ചെയ്യുന്ന ഒരുപാട് പേരുണ്ട്. അവർക്ക് ജീവിക്കാൻ ആവശ്യമായിട്ടുള്ള തുക കൊടുക്കുക എന്നുള്ള ഈശോയുടെ വചനം വളരെ പ്രധാനപ്പെട്ടതാണ്. നമ്മൾ ഈശോയുടെ ഒരു ഉപമയിൽ കാണുന്നുണ്ട്. യജമാനൻ 3-ാം മണിക്കൂറിലും 6-ാം മണിക്കൂറിലും 9-ാം മണിക്കൂറിലും 11-ാം മണിക്കൂറിലൊക്കെ വന്നവന് ഒരു ധനാറ തന്നെ ശമ്പളം കൊടുക്കുന്നതും അത് വേലക്കാർ ചോദ്യം ചെയ്യുന്നതുമെല്ലാം നമ്മൾ സുവിശേഷത്തിൽ വായിക്കുന്നുണ്ട്. അവിടെ വളരെ കൃത്യമാണ്. ഒരു ധനാറ എന്ന് പറയുന്നത് അന്നത്തെ കാലഘട്ടത്തിൽ ഒരാൾക്ക് ഒരു ദിവസം ജീവിക്കാൻ ആവശ്യമായ ഒരു ചെലവാണ് ഒരു ധനാറ എന്ന് പറയുന്നത്. അപ്പം എത്രാമത്തെ മണിക്കൂറിൽ പണിക്ക് കയറിയതാണെങ്കിലും അവനൊന്ന് ജീവിക്കണമെങ്കിൽ ആ ഒരു ധനാറ അത്യാവശ്യമാണ്. അത് മനസ്സിലാക്കിക്കൊണ്ടാണ് ആ യജമാനൻ എല്ലാവർക്കും ഒരുപോലെ കൂലി കൊടുക്കുന്നത്. അത് ആ സുവിശേഷ ഭാഗത്തിൽ ആ ഉപമയിൽ വളരെ വ്യക്തമാണ്. അപ്പൊ ഇന്നത്തെ കാലഘട്ടത്തിൽ വളരെ പ്രസക്തമായ ഈശോയുടെ ഈ വചനം, അത് വേല ചെയ്യുന്നവൻ ആഹാരത്തിന് അർഹനാണ്, അവന് ന്യായമായ കൂലി കൊടുക്കുക. ആ കാര്യത്തിൽ നമ്മളെ കൊണ്ട് കഴിയുന്ന വിധത്തിൽ ശബ്ദിക്കാനും പ്രവർത്തിക്കാനും ഒക്കെ നമുക്ക് സാധിക്കണം. രണ്ടാമത്തേത്, നിങ്ങളൊരു ഭവനത്തിന് പ്രവേശിക്കുമ്പോൾ ആ ഭവനത്തിന് സമാധാനം ആശംസിക്കുക. അത് അർഹിക്കുന്നതാണെങ്കിൽ അവിടെ നിലനിൽക്കും, അല്ലെങ്കിൽ അത് തിരിച്ചു പോരും. ഭവനങ്ങളിൽ സമാധാനം അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. പലപ്പോഴും ഇന്നത്തെ നമ്മുടെ ഭവനങ്ങൾ അശാന്തിയുടെ ഉറവിടങ്ങളായിട്ട് മാറുന്നുണ്ട്. ചെറിയ ചെറിയ കാര്യങ്ങൾക്കായിരിക്കും വലിയ വലിയ ഭൂകമ്പങ്ങളാണ് നമ്മുടെ ഓരോരുത്തരുടെയും ഭവനങ്ങളിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. പ്രാർത്ഥനയില്ലാത്ത ഭവനങ്ങൾ, സ്നേഹമില്ലാത്ത ഭവനങ്ങൾ, എപ്പോഴും പരാതികൾ ഉയരുന്ന ഭവനങ്ങൾ, ഒച്ചപ്പാടും ലഹളയുമുള്ള ഭവനങ്ങൾ, ഇങ്ങനെ പലതരത്തിലുള്ള അശാന്തിയുടെ ഇടങ്ങളായിട്ട് നമ്മുടെ ഭവനങ്ങൾ കുറച്ചെങ്കിലും മാറുന്നുണ്ടെങ്കിൽ വളരെ ഗൗരവമായി ഈശോയുടെ സമാധാനമുള്ള ഭവനങ്ങൾ സമാധാനം ആശംസിക്കണം എന്നുള്ള വചനത്തെ വളരെ ഗൗരവമായി നമ്മൾ ധ്യാനിക്കേണ്ടതുണ്ട്. പലപ്പോഴും സ്നേഹിക്കാനും മനസ്സിലാക്കാനുമുള്ള ഒരു മനസ്സുണ്ടെങ്കിൽ നമ്മുടെ ഭവനങ്ങൾ നന്മയായിട്ടും സ്നേഹത്തിൻ്റെ ഇടങ്ങളുമായിട്ടും മാറുമെന്നുള്ള കാര്യത്തിൽ സംശയമൊന്നും വേണ്ട. മറ്റൊരു സൂചന കുറച്ചും കൂടി ആത്മീയ തലത്തിലുള്ളതാണ്. കാരണം ഈ സമാധാനം എന്ന് പറയുന്നത് ക്രിസ്തു തന്നെയാണ്. വിശുദ്ധ പൗലോസ്ലീഹായ എഫേസ്യർക്ക് എഴുതിയ ലേഖനം 2-ാമത്തെ അധ്യായം 14-ാമത്തെ തിരുവചനത്തിൽ ആ സൂചനയുണ്ട്. സമാധാനം ക്രിസ്തുവാണ്. അപ്പം നമ്മുടെ ഭവനങ്ങളിൽ സമാധാനം ഉണ്ടാകണം, ഭവനങ്ങളിൽ സമാധാനം സ്ഥാപിക്കപ്പെടണം എന്ന് പറയുമ്പോൾ അവിടെ ക്രിസ്തു ഉണ്ടാകണം എന്നുള്ള അർത്ഥമുണ്ട്. പലപ്പോഴും സമാധാനം നഷ്ടപ്പെട്ടു പോകുന്നുണ്ടെങ്കിൽ അവിടെ ക്രിസ്തു സാന്നിധ്യം, ക്രിസ്തുവിൻ്റെ സ്മരണ നഷ്ടപ്പെട്ടു പോകുന്നു എന്നുള്ള അർത്ഥം കൂടിയുണ്ട്. അപ്പോൾ വളരെ ഗൗരവപൂർവ്വം ക്രിസ്തുവിനെ നമ്മുടെ ഭവനങ്ങളിൽ പരിഗണിക്കണം. പ്രാർത്ഥനയിലൂടെ, സ്നേഹത്തിലൂടെ, പങ്കുവയ്പ്പിലൂടെ ആ ക്രിസ്തു സാന്നിധ്യം തിരിച്ചറിയാനും ക്രിസ്തു സാന്നിധ്യം ഊട്ടിയുറപ്പിക്കാനും വളർത്താനും നമ്മളെല്ലാവരും ആത്മാർത്ഥമായിട്ട് പരിശ്രമിക്കണം എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അത് വളരെ പ്രസക്തമാണ്. നമ്മുടെ ഭവനങ്ങളിൽ നഷ്ടപ്പെട്ടു പോയ ഈശോയുടെ സാന്നിധ്യം തിരികെ പിടിക്കാനും സമാധാനം അതുവഴി സ്ഥാപിക്കാനും നമുക്ക് എല്ലാവർക്കും സാധിക്കണം. ഈ 2 ചിന്തകൾ നമ്മുടെ ഇന്നത്തെ ദിവസത്തെ ധന്യമാക്കട്ടെ.